ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ എം റിയാസ്. നിങ്ങൾക്കറിയാം എൻ്റെ യൂട്യൂബ് ചാനൽ കുറച്ച് ദിവസം മുന്നേ ഹാക്കായിട്ടുണ്ടായിരുന്നുവെന്ന്. അങ്ങനെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി എനിക്ക് ഈ ഒരു ചാനൽ റീകവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് റീകവർ ചെയ്തത്, അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം, എങ്ങനെയാണ് ഹാക്കായത് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുപോലെ എൻ്റെ അടുത്ത് ഞാനൊരു ഇൻസ്റ്റാഗ്രാമിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് BBA എക്സാമാണ്, സപ്ലിയും കാര്യങ്ങളൊക്കെ എഴുതി തീർക്കാനുണ്ടെന്ന്. അപ്പോൾ കുറേ പേരുടെ അടുത്ത് ചോദിച്ചായിരുന്നു, ബ്രോ ഇനി എന്തിനാണ് കോഴ്സൊക്കെ പഠിക്കുന്നത്, ഡ്രോപ്പ് ഷിപ്പിങ്ങിൽ സെറ്റായില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിനെക്കുറിച്ചും കൂടെ ഉള്ളൊരു റിപ്ലൈസും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് മാറ്ററിലേക്ക് പോകാം. എങ്ങനെയാണ് എൻ്റെ യൂട്യൂബ് ചാനൽ ഹാക്കായെന്നുള്ളത്. എൻ്റെ യൂട്യൂബ് ചാനൽ ഹാക്കായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്കറിയാമല്ലോ, നമ്മളിപ്പം പെയ്ഡ് വെർഷൻ എടുക്കാൻ മടിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഓരോ സോഫ്റ്റ്വെയറിൻ്റെ ക്രാക്ക്ഡ് വെർഷൻസ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കും. പക്ഷേ എനിക്ക് അങ്ങനെയല്ല. ഞാനിപ്പം ഒരു സ്ക്രീൻ റെക്കോർഡർ മൊബൈലിലെ സ്ക്രീന് കമ്പ്യൂട്ടർ വഴി സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് തരുന്നത്. അപ്പോൾ ആ ഒരു ഡൗവൻ എന്നാണ് സോഫ്റ്റ്വെയറിൻ്റെ പേര്. ആ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തപ്പോഴത്തേക്കും കുറേ യൂട്യൂബേഴ്സ് ലൈവ് സ്ട്രീമിങ്ങിനും അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ആപ്പ് തന്നെയാണ്. അപ്പോൾ ആ ഒരു ആപ്പ് ഉപയോഗിച്ചിട്ട് എൻ്റെ PC-യിലിട്ടപ്പോൾ കുറച്ച് നേരം ഉപയോഗിച്ചിട്ട് ഓട്ടോമാറ്റിക്കലി ഓഫായി പോവുകയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പിന്നെ വാട്ടർ മാർക്കുണ്ട്. അപ്പോൾ എനിക്ക് ഇത് പെയ്ഡ് വെർഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന് സ്മൂത്തായിട്ട് റൺ ചെയ്യുമോ, അങ്ങനെ ഓഫ് ആവാതിരിക്കുമോ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു പെയ്ഡ് വെർഷൻ്റെ ക്രാക്ക്ഡ് വെർഷൻ എടുത്തതിന് ശേഷം എന്ത് ഒന്ന് റൺ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് പെയ്ഡ് എടുക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ 25 ഏപ്രിൽ രാത്രിയാണ്. ഈ ഒരു ടൈമിൽ ഞാൻ എന്ത് ചെയ്ത് കുറേ ക്രാക്ക്ഡ് സോഫ്റ്റ്വെയർസ് ഡൗൺലോഡ് ചെയ്ത് ഒന്നും ശരിയായില്ല. എല്ലാം എന്തെങ്കിലും എറർ കാണിച്ചോ എന്തെങ്കിലുമൊക്കെ പോകും. പിന്നെ ചിലതൊന്നും ക്രാക്കഡ് ആണെന്ന് പറഞ്ഞിട്ട് ക്രാക്കഡ് ഇല്ലാത്ത ഒറിജിനൽ വെർഷൻ തന്നെയാണ് പറഞ്ഞത്. ചിലത് നെറ്റ്വർക്ക് പ്രോബ്ലം എന്ന് കാണിക്കും. അങ്ങനെ കുറേ ഡൗൺലോഡ് ചെയ്ത് കുറേ സോഫ്റ്റ്വെയർസ് ഡൗൺലോഡ് ചെയ്തു. അപ്പോൾ ഇതിലെനിക്ക് ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടെന്ന് അറിയില്ല. അങ്ങനെ ഹാക്കഡ് ആവാനുള്ളൊരു സോഫ്റ്റ്വെയർ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ക്രാക്കഡ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാൽ ഇങ്ങനെ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ കുറേ ക്രാക്കഡ് സോഫ്റ്റ്വെയർസ് ആൾറെഡി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം അഡോബിൻ്റെ ആയാലും അഡോബ് പ്രീമിയർ പ്രോ ആയാലും അതുപോലെ അങ്ങനെ കുറേ ക്രാക്കഡ് വെർഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഒരു ഇതിലാണ് ഡൗവനും കൂടെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ചത്. അങ്ങനെ അന്ന് രാത്രി എത്ര ചെയ്തിട്ട് റെഡിയാവാത്തതുകൊണ്ട് PC ഓഫ് ചെയ്തിട്ട് ഞാൻ പോയി കിടന്ന് ഉറങ്ങി. പിറ്റേ ദിവസമായി 26 ഏപ്രിൽ ആയപ്പോഴത്തേക്കും ഒരു 5 മണി സുബഹി നിസ്കരിക്കാൻ വേണ്ടി ഒരു 5:15 ആയപ്പോഴത്തേക്കും എൻ്റെ ഫോണിലോട്ട് മെസ്സേജ് വരുവാണ്, ഇങ്ങനെ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഇമെയിലിൻ്റെ പാസ്വേഡ് ചേഞ്ച് ആയിട്ടുണ്ട്, റീകവറി ഇമെയിൽ ചേഞ്ച് ആയിട്ടുണ്ട്, പിന്നെ ഫോൺ നമ്പർ ചേഞ്ച് ആയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ മെയിൽ വന്നുകൊണ്ടിരുന്നു. എൻ്റെ റീകവറി ഇമെയിലിൽ, മെയിൻ ഇമെയിലല്ല, എൻ്റെ റീകവറി ഇമെയിലിൽ വന്നുകൊണ്ടിരുന്നു. മെയിൻ ഇമെയിൽ എൻ്റെ PC-യിൽ നിന്നും ഫോണിൽ നിന്നും എല്ലാത്തിനും ലോഗൗട്ടായി. അപ്പോഴത്തേക്ക് ഞാൻ എന്താണെന്ന് പറഞ്ഞാൽ റീസെറ്റ് അവിടെ നമുക്കിങ്ങനെ നമ്മളല്ലാത്ത ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് റീസെറ്റ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ അങ്ങനെയെല്ലാം ചെയ്യാൻ നോക്കിയിട്ട് എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരൻ മാറ്റി. പാസ്കോഡ്, അതുപോലെ പുള്ളിക്കാരൻ NFC കീ കാര്യങ്ങളെല്ലാം ഇട്ട് എനിക്കൊന്നും ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. പക്ഷേ എനിക്ക് അന്ന് രാവിലെ ഒരു ഇതുണ്ടായിരുന്നു, എന്ന് വെച്ചാൽ കുറേ പേര് യൂട്യൂബ് ചാനലിൽ ഹാക്കായിട്ട് റീകവർ ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യാൻ കുറേ പേരുണ്ടെന്നുള്ളൊരു മൈൻഡാണ് എൻ്റെ ഇതിലുണ്ടായിരുന്നത്. പക്ഷേ ആ ടൈം ആയപ്പോഴത്തേക്കും എനിക്കാണെങ്കിൽ ആർട്ടിത് ചോദിക്കണമെന്നോ എന്ത് ചെയ്യണമെന്നോ ഒന്നും അറിയില്ല. ഞാൻ അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പോസ്റ്റ് ഇട്ടപ്പോൾ കുറേ പേര് റെക്കമെൻഡ് ചെയ്തു. ഞാൻ അവരെല്ലാം കോൺടാക്ട് ചെയ്തു. അവരെയും കോൺടാക്ട് ചെയ്തു, അല്ലാതെ യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടിയവരെ എല്ലാവരും കോൺടാക്ട് ചെയ്തു. അപ്പോൾ കോൺടാക്ട് ചെയ്തിട്ടും അവർ എന്താണെന്ന് ചോദിച്ച് റിപ്ലൈ ഇടും. ഈ കാര്യം ഇങ്ങനെയാണ്, എൻ്റെ യൂട്യൂബ് ചാനൽ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ഓക്കെ ബ്രോ എന്ന് പറഞ്ഞിട്ട് പിന്നെ റെസ്പോൺസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ കുറേ മെസ്സേജ് അയച്ചാലും റെസ്പോൺസോ കാര്യങ്ങളൊന്നുമില്ല. എത്ര എമൗണ്ട് വേണോ തരാൻ, പെയ്ഡായിട്ട് ചെയ്തു തന്നാൽ മതി എന്ന് പറഞ്ഞാലും ഒരു റെസ്പോൺസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ അവർ ബിസി ആയിരിക്കും, അവരെ വർക്കിൽ ബിസി ആയിരിക്കുക. അല്ലെങ്കിൽ ഇപ്പം എൻ്റെ ചാനലാണെങ്കിൽ നല്ല ലോ ലെവൽ ചാനലാണ്, ഇപ്പോൾ 2K സബ് അങ്ങനത്തെ രീതിയിലൊക്കെ ഉള്ളൂ. എനിക്ക് ഈ യൂട്യൂബ് റവന്യൂ എന്ന് പറയുന്ന വലിയ രീതിയിലൊന്നും കിട്ടുന്നൊന്നുമില്ല. എനിക്ക് ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതാണ്. ഞാൻ ഇത്ര വീഡിയോസ് കാര്യങ്ങളിട്ടാൽ 4 മണിക്കൂറിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ 2 ആഴ്ച എങ്ങാണ്ട് ഉറക്കണിച്ചിരുന്നു. പിന്നെ എഡിറ്റിങ്ങും എല്ലാം കഴിഞ്ഞിട്ടൊക്കെയാണ് ഇട്ടത്. അപ്പോൾ അതൊക്കെ എനിക്ക് പോയപ്പോൾ ഒരു വിഷമമായി. എന്ന് പറഞ്ഞാൽ എൻ്റെ അതിൻ്റെ കോപ്പിയും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ എൻ്റെ PC ഇടയ്ക്കിടയ്ക്ക് റീസെറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാ വീഡിയോസും കാര്യങ്ങളും പോകും. ഞാൻ എൻ്റെ ബാക്കപ്പ് ഒന്നും ഇട്ട് വയ്ക്കാറില്ല. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഡൗൺ ആയി, ആരും റെസ്പോൺസും തരുന്നില്ല. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, നാബത്ത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവനാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയാൽ നമുക്ക് ഒരു ഫോം ഫില്ല് ചെയ്യാൻ പറ്റും. യൂട്യൂബിലല്ല, അനേബിൾ ടു ആക്സസ് ഗൂഗിൾ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഫോം ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പം എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നതിന് അതൊക്കെ ചെയ്തിട്ടും ഫോം അവനും ഫില്ല് ചെയ്ത് നോക്കി, ഞാനും ഫില്ല് ചെയ്ത് നോക്കിയിട്ടും ഫുള്ള് റിജക്ഷൻസ് ആണ് വരുന്നത്. ജിമെയിലിൻ്റെ ഭാഗത്തുനിന്ന്
അങ്ങനെ എന്തോ റിജക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്, നിങ്ങൾ ഒന്നുകൂടെ മെയിലിടുന്നൊക്കെ പറഞ്ഞ് കുറേ മെയിലിട്ടായിരുന്നു, എല്ലാം റിജക്ഷൻ ആവുകയാണ് ചെയ്തത്. പിന്നെ 1 വീക്കായിട്ടും ഒരു അപ്ഡേറ്റും ഇല്ല, യൂട്യൂബിൽ കാണാനില്ല, എൻ്റെ ഒരു ഡീറ്റെയിൽസും ഇല്ല. ആകെപ്പാടെ ഞാനാണ് അതിൻ്റെ ഓണർ എന്നുള്ള ഒരു ഇത് മാത്രമേ എൻ്റെ ഉണ്ട്, അല്ലാതെ അതിൻ്റെ സ്ക്രീൻഷോട്ട് പോലും എൻ്റെ ഇല്ല. ആ ഒരു യൂട്യൂബ് ചാനലിലെ സ്ക്രീൻഷോട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് എൻ്റെ ഒരു സബ്സ്ക്രൈബർ, ഇപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ച് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ കുറേ വേസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ ഫോം ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു. അതിൽ പുള്ളിക്കാരൻ പറഞ്ഞായിരുന്നു സോഷ്യൽ മീഡിയ വഴി കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ചിലപ്പോൾ അവർ റിപ്ലൈ തരും എന്നുള്ളത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ കോൺടാക്ട് ചെയ്ത് നോക്കി. അപ്പം എനിക്ക് 2 സോഷ്യൽ മീഡിയാസേ ഉള്ളൂ. കോൺടാക്ട് ചെയ്ത് നോക്കിയിട്ടൊന്നും അവർ അങ്ങനെ റിപ്ലൈ തരുന്നുണ്ട്, മറ്റേ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള റിപ്ലൈ ആണ്, അല്ലാതെ റിപ്ലൈയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ കുറേ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഒരു ചൈനയോ ജപ്പാനോ ഇവിടെ നിന്നുള്ള ആളാണ് പുള്ളിക്കാരൻ ഇങ്ങനെ റിപ്ലൈ ഇട്ടാതിരുന്നപ്പോഴത്തേക്കും ട്വിറ്ററിൽ പോയി അവരെ ടാഗ് ചെയ്തിട്ട് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അവർ റിപ്ലൈ തരുമെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് ഫസ്റ്റ് ടൈമാണ് ട്വിറ്റർ എടുത്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് യൂട്യൂബിനെ ടാഗ് ചെയ്ത് അതുപോലെ ജിമെയിലിൽ എല്ലാത്തിനും ടാഗ് ചെയ്തിട്ട് എന്ത് ചെയ്ത് ഒരു പോസ്റ്റ് ഇട്ട്, ഇങ്ങനെ ഹാക്ക് ആയിട്ടുണ്ട് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ട്. അപ്പോൾ ഈ ഒരു പോസ്റ്റ് ഇട്ട് ഒരു 40 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ ആവുന്നതിന് മുമ്പ് തന്നെ എനിക്ക് റിപ്ലൈ വന്നായിരുന്നു യൂട്യൂബിൻ്റെ, ഇങ്ങനെ അവർ ഹെൽപ്പ് ചെയ്യാം, നിങ്ങൾ അവരെ യൂട്യൂബിനെ ഫോളോ ചെയ്യണം, ഫോളോ ചെയ്താലേ അവർക്ക് DM ചെയ്യാൻ പറ്റും. ഫോളോ ചെയ്തിട്ടില്ലായിരുന്നു, എനിക്കിതിനെപ്പറ്റി അറിയില്ല, ട്വിറ്ററിനെ പറ്റി. അങ്ങനെ ഫോളോ ചെയ്തിട്ട് അവരെനിക്ക് DM-ൽ മെസ്സേജ് അയച്ച് എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ച്, പിന്നെ എനിക്ക് വേണ്ടി ഒരു ഗൂഗിൾ സപ്പോർട്ട് ടീമിലുള്ള ഒരാളെ അറേഞ്ച് ചെയ്ത് തന്നിട്ട് അങ്ങനെ അവരുമായിട്ട് മെയിൽ ഒരു 50-55 ഇമെയിൽ, കുറേ ഇമെയിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു തന്നു. മറ്റേ ഇൻഫർമേഷൻസ് പാസ് ചെയ്ത് അവർ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിന് റിപ്ലൈ ആയിട്ട് കൊടുക്കുന്ന, പിന്നെ കുറേ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ചെയ്ത് അവസാനമായപ്പോഴത്തേക്ക് അവരെനിക്ക് റീസെറ്റ് ചെയ്യാനുള്ളൊരു ലിങ്ക് തന്നു. അത് കഴിഞ്ഞ് ഞാൻ റീസെറ്റ് ചെയ്ത് റിക്കവറി ഇമെയിലും പാസ്വേഡും എല്ലാം ചെയ്തു. അപ്പോൾ എനിക്ക് എന്തെന്ന് വെച്ചാൽ സന്തോഷമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ കിട്ടുമെന്ന് പോലും വിചാരിച്ചില്ല. ഏകദേശം ഒരു 3 വീക്കൊക്കെ ആയിട്ടാണ്, ഒരു 3 വീക്കൊക്കെ ആയിട്ടാണ് എനിക്ക് യൂട്യൂബ് ചാനൽ തിരിച്ച് കിട്ടുന്നത്. അതും ഒരു ഹോപ്പും ഇല്ല, അതെന്നെ ആരും ഹെൽപ്പ് ചെയ്യാനോ ഒന്നുമില്ല. എനിക്ക് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ്, അതായത് നിങ്ങളെനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മോട്ടിവേഷനിലാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. കുറേ പേര് പറഞ്ഞു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കോ ബ്രോ, നമ്മൾ സബ് ചെയ്യാം. എങ്കിലും എനിക്ക് ഇത്രയും കഷ്ടപ്പെട്ട് ഈ 4 മണിക്കൂറിൻ്റെ എനിക്ക് പുതിയ റവന്യൂ ഉണ്ടാക്കണേൻ്റെ അല്ല, ഈ ഒരു ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന യൂട്യൂബ് ചാനലാണ്. അപ്പോൾ അത് പെട്ടെന്ന് പോകുമ്പോൾ ആരും ഹെൽപ്പ് ചെയ്യാനില്ലാത്തപ്പോൾ നമ്മളങ്ങ് തകർന്നു പോകും. അപ്പോൾ ഞാൻ ഇങ്ങനെ പോയ സമയത്ത് എനിക്ക് ആരും റെസ്പോൺസൊന്നും ചെയ്യാത്ത സമയത്ത് ഞാൻ എല്ലാം നിർത്തി, യൂട്യൂബ് ചാനൽ എല്ലാം കളഞ്ഞ് ഇൻസ്റ്റാഗ്രാമും എല്ലാം കളഞ്ഞിട്ട് പോകുമെന്ന് വിചാരിച്ചു. പിന്നെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോഴത്തേക്കും റീകവർ ചെയ്യാൻ പറ്റും ബ്രോ, ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്ക്, പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ സപ്പോർട്ട് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കുറേ പേര് നല്ല സപ്പോർട്ടും മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ തന്നായിരുന്നു. പിന്നെ അതിനെനിക്ക് നന്ദിയുണ്ട്. പിന്നെ ഇങ്ങനെയൊക്കെയാണ് റിക്കവർ ചെയ്തെടുത്തത്. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റിയൊരു സന്തോഷം. സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്കും നന്ദി. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഫ്രണ്ടിൻ്റെ പേര് നാബത്ത് എന്നാണ്, അവനും താങ്ക്സ്. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്തതും മോട്ടിവേറ്റ് ചെയ്തതും എല്ലാവർക്കും താങ്ക്സ്. പിന്നെ അതുപോലെ ഗൂഗിൾ സപ്പോർട്ട് ടീമിന് എനിക്ക് നല്ലപോലെ അവർ ഹെൽപ്പ് ചെയ്തായിരുന്നു. എനിക്ക് അറിഞ്ഞിടാത്ത കാര്യം അവർ കറക്റ്റായിട്ട് പറഞ്ഞു തന്നായിരുന്നു. അവരുടെ അടുത്ത് ഞാൻ ചോദിക്കും, ഇങ്ങനെ എനിക്കിതിൻ്റെ ഇത് മനസ്സിലായില്ല, എന്ത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ അവരെനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. നല്ലൊരു സപ്പോർട്ട് ടീം തന്നെയായിരുന്നു. പിന്നെ ഇത്തരം കാര്യങ്ങളാണ് പറയാനുള്ളത്. പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, BBA എക്സാമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, സപ്ലി ഒക്കെ എഴുതിയിട്ട് വരാമെന്ന്. അത് ഞാൻ ചുമ്മാ പറഞ്ഞു, എനിക്ക് സപ്ലിയും കാര്യങ്ങളൊന്നുമില്ല, ഞാൻ BBA സ്റ്റുഡൻറ്റ് തന്നെയാണ്, എക്സാം നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ കുറേ പേര് എനിക്ക് DM-ൽ വന്നിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ബ്രോ ഇനി എന്തിനാണ് കോഴ്സും കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്, ബ്രോ ആൾറെഡി ലൈഫിൽ സെറ്റിലായില്ലേ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട്. അപ്പം അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുന്നത് നമുക്കൊരു പെർമനൻറ്റ് ഇൻകമോ അല്ലെങ്കിൽ നമുക്ക് അത് നിങ്ങൾ ഒരു സക്സസ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എങ്ങനെയാണെന്ന് ഞാൻ പറയണതെന്ന് വെച്ചാൽ, അതിപ്പോൾ ഇപ്പം നമ്മളെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, മീൻസ് ഇപ്പം നിങ്ങൾക്കൊരു ബൈക്ക് എടുക്കണം, അല്ലെങ്കിൽ ഒരു PC സെറ്റപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു iPhone എടുക്കണം, ഇങ്ങനത്തെ എന്തെങ്കിലും ഡ്രീംസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ ഇപ്പോൾ വീട്ടിലിപ്പം ഉമ്മാരെ വാപ്പാരെ അടുത്ത് പോയിട്ട് നിങ്ങളിനി ജോലിക്കൊന്നും പോകണ്ട, ഞാൻ തന്നെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക്കാണ്. അത് എപ്പോഴാണ് ഇപ്പോൾ ചില മാസങ്ങളിൽ നമുക്ക് എമൗണ്ട് കിട്ടും, ചില മാസങ്ങളിൽ നമുക്ക് റവന്യൂ കിട്ടില്ല. പിന്നെ ചില പ്രാവശ്യം നമ്മൾ പറ്റിച്ചിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കുറേ ചാൻസുകളുണ്ട്. പറ്റിച്ചിട്ട് പോകുന്നു എന്ന് പറഞ്ഞത് ഷോപ്പിഫൈ അല്ല, നമ്മളെ ഈ സപ്ലയേഴ്സ് ചിലപ്പോൾ പറ്റിച്ചിട്ട് പോകും. ചിലപ്പോൾ അവർ വലിയ എമൗണ്ട് കിട്ടുമ്പോഴത്തേക്ക് അവരെന്ത് ചെയ്യാം, നമ്മളെ പറ്റിച്ചിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡ്രോപ്പ് ഷിപ്പിംഗ് ഒരിക്കലും നമ്മളെ മെയിൻ ജോബായിട്ട് നമ്മൾ ചൂസ് ചെയ്യില്ല. ഡ്രോപ്പ് ഷിപ്പിംഗ് നിങ്ങൾ അഥവാ മെയിൻ കരിയറായിട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ വലിയ ടീമൊക്കെ ബിൽഡ് ചെയ്ത്
നല്ല വെയർ ഹൗസൊക്കെ എടുത്ത് നല്ല ഹൈ സ്കെയിലായിട്ട് ചെയ്യേണ്ടി വരും. നിങ്ങൾ തന്നെ ഷിപ്പിങ്ങും കാര്യങ്ങളും എല്ലാം നിങ്ങൾ തന്നെ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഡ്രോപ്പ് ഷിപ്പിംഗ് മെയിൻ കരിയറായിട്ട് കൊണ്ടുപോകാം. പക്ഷേ ഞാനിപ്പം നിങ്ങളെ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങളെ ജോലിയോ അല്ലെങ്കിൽ നിങ്ങളെ കോഴ്സോ ഒന്നും ക്വിറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യില്ല, ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യരുത്. നിങ്ങൾ റിസ്ക് എടുക്കരുത്. ഡ്രോപ്പ് ഷിപ്പിങ്ങിൽ പെട്ടെന്ന് സക്സസ് ആകാൻ പറ്റത്തില്ല. നല്ല നോളജും കാര്യങ്ങളൊക്കെ വേണം. ഞാൻ തന്നെ കുറേ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് എന്തെങ്കിലും ചെറിയ സെയിലെങ്കിലും കിട്ടി തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, റിസ്ക് എടുക്കാതിരിക്കുക. നല്ല നിങ്ങൾ വെബ്സൈറ്റ് ഡിസൈനിങ്ങിൽ പ്രോ ആവണം, അതുപോലെ മാർക്കറ്റിങ്ങിൽ പ്രോ ആവണം, അതുപോലെ സെയിൽസിൽ പ്രോ ആവണം, അതുപോലെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുന്നതിൽ പ്രോ ആവണം. അപ്പം ഇതൊക്കെ നല്ല ടൈം എടുക്കും. നിങ്ങൾ ഒരിക്കലും നിങ്ങളെ കോഴ്സുകളോ അല്ലെങ്കിൽ ജോബോ ക്വിറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഡ്രോപ്പ് ഷിപ്പിങ്ങിലായിട്ട് ഇറങ്ങരുത്. ഇപ്പം എൻ്റെ കാര്യം നോക്കിയാൽ തന്നെ ഇപ്പം ഞാൻ ഡ്രോപ്പ് ഷിപ്പിംഗ് അല്ല എൻ്റെ ഒരു മെയിനായിട്ട് വെച്ചിരിക്കുന്നത്. എനിക്ക് വേറെ കരിയർ ബിൽഡ് ചെയ്യണമെന്നുണ്ട്. ഡ്രോപ്പ് ഷിപ്പിംഗ് എൻ്റെ ഒരു സൈഡ് ബിസിനസ്സായിട്ട് പോവുകയാണ്. അതുപോലെ ഇപ്പം സ്റ്റോക്ക് മാർക്കറ്റ് ആയാലും, സ്റ്റോക്ക് മാർക്കറ്റ് ലോങ് ടൈമാണ്. എനിക്ക് എന്തെങ്കിലും ആവശ്യം ഇട്ടിട്ടുണ്ട്, പൈസ ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യം വരുമ്പോഴത്തേക്കും ഞാൻ എടുക്കും. ആ രീതിയിലാണ് ചെയ്യുന്നത്. അതായത് ഡെയിലി ട്രേഡിങ്ങോ കാര്യങ്ങളൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഡ്രോപ്പ് ഷിപ്പിംഗ് ഒരു സൈഡ് ഹസിലാണ്. ഇപ്പോൾ യൂട്യൂബ് ഒരു സൈഡ് ഹസിലാണ്. ഇങ്ങനെ സൈഡ് ബിസിനസ്സായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഡ്രോപ്പ് ഷിപ്പിങ്ങിനെ മെയിനായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഡ്രോപ്പ് ഷിപ്പിംഗ് നമ്മളൊരു കരിയറായിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ഇടണം, അത്രയും എഫേർട്ട് ഇടണം, നമ്മളൊരു ടീം ബിൽഡ് ചെയ്യണം. അപ്പം ഞാൻ ഇപ്പോഴും പറയുന്നത്, നിങ്ങൾ ഒന്നും ക്വിറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഡ്രോപ്പ് ഷിപ്പിങ്ങിലോട്ട് വരരുത്. ഡ്രോപ്പ് ഷിപ്പിംഗ് നിങ്ങൾക്കൊരു സൈഡ് ബിസിനസ്സായിട്ട് കൊണ്ടുപോവുക. നല്ല വലിയ രീതിയിൽ സ്കെയിലായി നിങ്ങൾ അത്രയും മെച്ചുവേർഡ് ആയാൽ മാത്രമേ നിങ്ങൾ ആ ഒരു രീതിയിൽ ഡ്രോപ്പ് ഷിപ്പിംഗ് മെയിൻ കരിയർ ആക്കാൻ പാടുള്ളൂ. ഇപ്പം ഞാൻ എൻ്റെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് തുടങ്ങി. ഇപ്പം എനിക്ക് PC എടുക്കാനും, അതുപോലെ ഇപ്പം ഐഫോൺ എടുക്കാനും, അതുപോലെ ഇപ്പം ലാപ്ടോപ്പ്, ഇങ്ങനെ വീട്ടിൽ കുറേ സാധനങ്ങളുണ്ട്, ആക്സസറീസ്. പിന്നെ ഉമ്മാക്ക് എനിക്ക് ഫോൺ എടുത്ത് കൊടുക്കാൻ പറ്റി. ഇങ്ങനത്തെ ചെറിയ ചെറിയ ഡ്രീംസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡ്രോപ്പ് ഷിപ്പിങ്ങിന് നമുക്ക് ഇത് ചെയ്യാം. അല്ല നമുക്കൊരു പെർമനൻറ്റ് ഇൻകം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കല്ല. ഇപ്പോൾ ഐഫോൺ എടുക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് പെർമനൻറ്റ് ഇൻകം വേണമെന്നില്ല. നമ്മൾ കുറച്ചായിട്ട് എടുത്തിട്ട് ഇപ്പം നമുക്കങ്ങനെ മേടിക്കാൻ പറ്റും. പക്ഷെ നമ്മളെ ജീവിതത്തിലെ കാര്യം നോക്കണമെന്ന് പറഞ്ഞാൽ നമുക്കൊരു പെർമനൻറ്റ് ഇൻകം തന്നെ വേണം. നമുക്കിപ്പം ടെമ്പററി ആയിട്ട് ഇപ്പോൾ തീർന്നു പോകും, നാളെ തീർന്നു പോകും, അല്ലെങ്കിൽ സ്റ്റോപ്പായി പോകുന്നുള്ള വെച്ച് നമ്മളെ ലൈഫ് വെച്ച് റിസ്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ എനിക്കൊരു ഇൻകം കിട്ടുന്നുണ്ട്. ആ ഒരു ഇൻകം വെച്ചിട്ട് എനിക്ക് വീട്ടിൽ ഇപ്പോൾ വാപ്പ ജോലിക്കൊന്നും പോകണ്ട, ഇനി വീട്ടിലെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നമ്മൾ ലൈഫ് റിസ്ക്കിലാവും. അപ്പോൾ നമ്മൾ അങ്ങനത്തെ റിസ്ക് ഒന്നും എടുക്കാതിരിക്കുക. അപ്പം ഇതിന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം ഞാൻ BBA പഠിക്കുന്നതും അതിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഡ്രോപ്പ് ഷിപ്പിങ്ങും കാര്യങ്ങളെല്ലാം എനിക്ക് സൈഡാണ്. എനിക്ക് മെയിനായിട്ട് നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യണമെന്നുണ്ട്. അപ്പം എന്തായാലും ഇനി ഇതുപോലെ തന്നെ തുടർന്ന് പോകും. പിന്നെ യൂട്യൂബിൽ നിങ്ങളെല്ലാം സപ്പോർട്ടിനാണ് എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റിയത്, യൂട്യൂബ് റീകവർ ചെയ്യാൻ പറ്റിയത്. പിന്നെ എനിക്ക് ആരും റെസ്പോൺസ് തരാത്തതിൽ, എന്ന് വെച്ചാൽ വലിയ വലിയ യൂട്യൂബേഴ്സും അവരൊന്നും എനിക്ക് റെസ്പോൺസ് തരാത്തതിൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല. അവർക്കിപ്പം അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ കാണും, അവർക്ക് കുറേ മെസ്സേജസ് വരുന്നുണ്ടാവും. പിന്നെ ഈ മെസ്സേജസിന് റിപ്ലൈ തന്നിട്ട് പിന്നെ ഒഴിവാക്കിയിട്ട് പോയവർ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവരും ബിസി ആയിരിക്കും. എനിക്ക് അവരുടെ ദേഷ്യമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. കുഴപ്പമില്ല. ഞാനിപ്പം എന്തായാലും എനിക്കിപ്പോൾ ഇതൊരു ലെസണായി മാറി. എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ റീകവർ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ലെസൺ കിട്ടി. ഇപ്പം അവർ ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ അവർക്ക് എമൗണ്ടും പേ ചെയ്തിട്ട് എനിക്കൊന്നും അറിയത്തില്ല. അവർക്ക് കൂടെ ഒന്ന് ഹാക്കായി കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം എന്തായാലും ഇപ്പോൾ എനിക്കിതൊരു ലെസൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഞങ്ങളുടെ തുടർന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, ഡ്രോപ്പ് ഷിപ്പിങ്ങിനെ പറ്റിയും അതുപോലെ മറ്റ് ഇ-കോം ബിസിനസ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനിയും തുടർന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വെബ്സൈറ്റ് ഡിസൈനിങ്ങോ അല്ലെങ്കിൽ ഷോപ്പിഫൈ ഫുൾ അക്കൗണ്ട് സെറ്റപ്പോ അല്ലെങ്കിൽ FB ആഡ്സ് മാനേജർ സെറ്റപ്പോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് സോൾവ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പെയ്ഡായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ DR105 DR102 ഈ 2 കോഡിൽ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇടാം. അപ്പോഴത്തേക്കും ഞാൻ നോക്കിയിട്ട് എന്താണ് സർവീസ് വേണ്ടതെന്ന് പറഞ്ഞ് ചോദിക്കുന്നതായിരിക്കും. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെല്ലാം സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഓക്കെ ഗൈസ്, മേക്ക് യുവർ സെയിൽസ് ബൈ.